ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഉരുളക്കിഴങ്ങ് മസാലയും പൂരിയും. എടാ ലക്ഷ്മണ, ആഹാരത്തിന്റെ സുഗന്ധത്തിന് പകരം ക്യാൻറ്റീനിൽ നിന്ന് വേറെന്തോ മണമാണല്ലോ വരുന്നത്. ആ ദുർഗന്ധം ക്യാൻറ്റീൻ നല്ലടാ, നിന്റെ തലയ്ക്കകത്തുള്ള ചാണകമില്ലേ, ആ ചാണകത്തിൽ നിന്നാടാ വരുന്നത്. ലെറ്റ്സ് ഗോ ഗോപു. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് കൂടുതൽ പൂരി കഴിക്കുന്നത് ഞങ്ങൾ തന്നെ ആയിരിക്കും. ഗോപു, നമ്മളെ ചാലഞ്ച് ചെയ്യോടാ. ആഹാരങ്ങൾ വരട്ടെ, ഇപ്പൊ കാണിച്ചു തരാം നിനക്ക്. എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സൺഡേ സ്പെഷ്യൽ മെനുവിന് വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുകയാണെന്ന്. പക്ഷെ നമുക്കെല്ലാവർക്കും ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് പപ്പി ഇന്ന് മെനുവിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഗോപാലനും മാധവനും ഞാനിന്ന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. ഞാൻ പറയുന്നത് കേൾക്കുമ്പോ അവന്മാരുടെ മുഖം അഴുകിപ്പോയ മാമ്പഴം പോലെയാകും. എങ്കിൽ പപ്പി പറ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ മെനു? എന്റെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ റെസിപ്പീസ്, പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയ ഓംപ്ലേറ്റ്. അവരത് എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ട്. ഇത് കഴിച്ചാൽ ബ്രെയിൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അത് ഞാൻ കാണുന്നുണ്ട് കേട്ടാ. വെരി ഗുഡ് പപ്പി. ഇന്ന് ഞാനും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഈ ഹെൽത്തി ആഹാരം കഴിക്കാൻ പോവുകയാണ്. ബാവാ, ഇങ്ങോട്ട് താ. ആദ്യം ഞാൻ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഹെൽത്തി എന്നും പറഞ്ഞിട്ട് ആകെ കുഴപ്പമാക്കിയിരിക്കുക. പിന്നെ പപ്പി, നിന്റെ ഈ ഹെൽത്തി റെസിപ്പി കഴിക്കാൻ തീർച്ചയായും ഇവിടെ ഇരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് സ്കൂളിന്റെ ചാരിറ്റി കളക്ഷന് വേണ്ടി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എൻജോയ് ദ സൺഡേ മൈ ബോയ്സ്. രക്ഷപ്പെട്ടു. എന്താടാ, എന്തിനാടാ അങ്ങനെ നോക്കുന്നത്? നിന്റെ പേര് പപ്പിയല്ല, പാവിന്ന് വെക്കണം. മഹാപാവി. കാണാൻ കൊള്ളുന്ന കൊച്ചു കുട്ടികൾക്ക് പാവക്ക തരുന്നോ? നീ ഒരു മഹാപാവിയാ പപ്പി. എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇന്ന് നിങ്ങൾ ഇത് തിന്ന് തീർത്തിട്ടേ ബാക്കി കാര്യം. മനസ്സിലായോ? അപ്പൊ നീയോ? നീ എന്തോന്ന് കഴിക്കും? ഇന്ന് എനിക്ക് രാജവിരുന്നാടാ. സൂപ്പറായ പനീർ ടിക്കി, ചൈനീസ് ഐസ്ക്രീം, അതെല്ലാം കഴിച്ചു തീർക്കും. ഇന്ന് എനിക്ക് പാർട്ടിയാണടാ. ഇത്രയ്ക്ക് ആഹാരം കഴിക്കുന്നു? അതെങ്ങനെ? എവിടുന്ന്? ഞങ്ങൾക്കും കൂടി അത് പറ. എടാ, അതൊക്കെ എന്റെ സീക്രട്ട് ആണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പാവയ്ക്ക് ഓംലെറ്റ് കഴിക്കേ. ഞാൻ ചെന്ന് അടിപൊളി ട്രീറ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വന്നേക്കാം. ആഹാ, ഫ്രൈഡ് റൈസ്, മഞ്ചൂറിയൻ, ചിക്കൻ റോൾ. മാധവ, പശുക്കൾ പുല്ല് തിന്നുന്ന പോലെ, ടീച്ചേഴ്സ് കുട്ടികളെ വഴക്ക് പറയുന്നത് പോലെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ലടാ. ഇപ്പൊ നമുക്ക് ഈ പാവക്ക തിന്നാന്നല്ലാതെ വേറൊരു യോഗവും ഇല്ലടാ. ഒന്നും മിണ്ടാതിരിക്കടാ ലക്ഷ്മണ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഓപ്ഷൻസ് ഉണ്ടടാ. വസൂലിബായി ഉണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോ നമുക്ക് എന്ത് പ്രശ്നം? നീ ഒരു മിനിറ്റ് നിക്കടാ, ഞാൻ 2 മിനിറ്റ് അദ്ദേഹത്തെ വിളിക്കാം. വെയിറ്റ് ചെയ്യ നോക്കാൻ. വസൂലിബായ്, 3 പ്ലേറ്റ് ആലു പൊറോട്ട, 3 പ്ലേറ്റ് ബട്ടർ പനീർ, പിന്നെ 3 പ്ലേറ്റ്. നിക്കട രാജസ്ഥാനി എക്സ്പ്രസ്. ഞാൻ എപ്പോഴും ഹോട്ടലൊക്കെ അടച്ചു പൂട്ടി. പിന്നെ ഒരു കാര്യം, ഇപ്രാവശ്യം എനിക്കൊരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല. വസൂലിബായ്, അങ്ങനൊന്നും പറയല്ലേ വസൂലിബായ്.
എന്താടാ ഞാനിപ്പോ മാരേജ് കോൺട്രാക്ടറായി മാറിയിരിക്കുകയാണ്. ഞാൻ ഫോൺ വെക്കാൻ പോവാണ്. കല്യാണ ചെക്കൻ വരുന്ന സമയമായി. മണ്ഡപം മൊത്തം അലങ്കരിക്കേണ്ടതാ. വേഗം ചെയ്യടാ. അങ്ങനെ ഹോട്ടല് ക്ലോസ് ചെയ്തിട്ട് കല്യാണത്തിന്റെ കോൺട്രാക്ടർ ആയിരിക്കണം നമ്മളിപ്പോ എന്ത് ചെയ്യടാ? ഈ ലക്കി എന്തിനാ കിടന്ന് ചാടുന്നത്? ഇവന്റെ കല്യാണം നടന്ന പോലെയാണല്ലോ ചാടുന്നവനെ. അത് കൊള്ളാലോ ലക്കി, അടിപൊളി ഐഡിയ നീ തന്നിരിക്കുന്നേ. കല്യാണം ആണെങ്കിലേ കല്യാണം ചെക്കൻ വന്നിരിക്കുമല്ലോ. കല്യാണം ചെക്കൻ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഗസ്റ്റ് ഒരുപാട് പേര് വരുമല്ലോ. പാട്ടും ഡാൻസും പാർട്ടിയും ഉണ്ട്. പാട്ടും മ്യൂസിക്കും പാർട്ടിയും ഉണ്ടെങ്കിൽ വരുന്നുണ്ടായിരിക്കും. അതും അത് ഭയങ്കരമായി വരുന്നുണ്ടായിരിക്കും. ജയ് ഹോ വസൂലി ബായ്. ഒന്ന് വേഗം വാടാ, നമുക്ക് വെട്ടി വിഴുങ്ങാം. ഓക്കെ, സംഗതി റെഡി ആയി കഴിഞ്ഞു. ഇതാണ് എന്റെ എൻട്രി ടിക്കറ്റ്. ക്ഷണിക്കാത്ത കല്യാണത്തിന് അകത്ത് പോയിരുന്ന് വിരുന്ന് കഴിക്കുന്നത് ഒരു തനി സുഖം തന്നെയാ. ഇന്ന് ഞാൻ മൂക്കറ്റം വെട്ടിക്കേറ്റും. അപ്പൊ ഇതായിരുന്നല്ലേ പപ്പിയുടെ പ്ലാനിങ്. ഫ്രീ ആയിട്ട് വിരുന്ന് കഴിക്കാൻ വന്നിരിക്കുക. എന്തായാലും അവന്റെ പ്ലാന് കൊള്ളാം കേട്ടോ. പാടാ, നമുക്കും പോവാം. നല്ല വിശപ്പുണ്ടല്ലോ. ഓ എന്റെ അമ്മച്ചി. ഓക്കെ ഗോപു, വാ വാ, ലെറ്റ്സ് ഗോ. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഓൾ ദ ബെസ്റ്റ്. അകത്തേക്ക് പോവാം. ചേട്ടാ ഞാൻ എന്തായി കാണുന്നേ? ഹലോ. എടാ കുട്ടി ചെകുത്താന്മാരെ, നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാടാ? ഇത് നിങ്ങളുടെ ആദ്യത്തെ വെഡിങ് കോൺട്രാക്ട് അല്ലേ? അതിന് ഞങ്ങൾ സഹായിക്കാൻ എത്തില്ലെങ്കിൽ അത് മോശമല്ലേ? അങ്ങനെയല്ലേ അതങ്ങ് വിട്ടേക്കാൻ പറ്റുമോ? എടാ നിങ്ങളെ സഹായിക്കാനല്ല, ദ്രോഹിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പോടാ ഇവിടെന്ന്. വസൂലി ബായ്, ഞങ്ങൾ ഗുലുമാൻ ഒന്നും ഒപ്പിക്കത്തില്ല. കുറച്ച് ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ഓടിപ്പോയിക്കോളാം. ആഹാരമോ? എന്നാ ശരി, ആഹാരം കഴിച്ചിട്ട് അവന്മാരങ്ങ് പോവും. ഇത് ഹൈ ക്ലാസ് ഡീലാണ്. ചേടാ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടല്ലോ. ആഹാരം. ഗുലാബ് ജാമുൻ, രസഗുള്ള. ഇന്ന് നല്ലോണം വെട്ടി വിഴുങ്ങണം. എല്ലാം തിന്നോണ്ടിരിക്കാൻ പോവാ. അതായത് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് വിശക്കാനേ പാടില്ല. എടുത്തു വെക്കടാ, എടുത്തു വെക്കടാ. ഇതാ നമുക്ക് കിട്ടിയ ചാൻസ്. നല്ലോണം കഴിക്കണം. ഹലോ 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 ജയ്, എന്താ നിങ്ങൾക്ക് സുഖമല്ലേ? എല്ലാം ഓക്കെ അല്ലേ? എന്റെ അമ്മച്ചി ഇതാരും മാമനോ? നിങ്ങൾ അമേരിക്കയിൽ നിന്നും എപ്പോഴാ തിരിച്ചെത്തിയത്? ഇത് കണ്ടോടാ, ഒറ്റ സെക്കൻഡിൽ പപ്പി എല്ലാവരും റിലേറ്റീവ് ആക്കാൻ നോക്കാ. ഗോപു അങ്ങോട്ട് നോക്കടാ, ദാ അവിടെ ഷാപ്പാട് രാമന്മാര്. എന്താടാ ഇത്? ഇത്രയ്ക്ക് ആഹാരോ? എന്റെ ഈ ബിസിനസ് നീയൊക്കെ അടച്ചു പൂട്ടിട്ട് പോകുന്നാ തോന്നുന്നത്. എടാ കുറഞ്ഞ പക്ഷം എവിടെയെങ്കിലും പതുകിയിരുന്നെങ്കിലും കഴിക്ക്. ഡോണ്ട് വറി വസൂലി ബായ്, ആരോട് കണ്ടെത്താതെ ഞങ്ങള് വെട്ടി വിഴുങ്ങിക്കൊള്ളാനേ. എന്താ ഇത്? വെൽക്കം വെൽക്കം. രാവിലെ പൂരിക്കല്ലടാ നിങ്ങളൊക്കെ ചാലഞ്ച് ചെയ്ത്. എന്നാ ഇപ്പൊ നോക്കടാ ആരാ കൂടുതൽ കഴിക്കാൻ പോകുന്നെന്ന്. ഇവന്മാര് ചെകുത്താന്റെ സന്തതികളാ. ഒന്ന് നിർത്തടാ, പിശാച് പോലെ വെട്ടി വിഴുങ്ങാതെ ഒന്ന് നിർത്തടാ. എന്നാ ഓക്കെ വസൂലി ബായ്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. എടാ തലതെറിച്ചവനെ, ഇനി എന്ത് തിന്നു മുടിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്? ഒരു അല്പം ആഹാരം നമ്മുടെ പപ്പിക്കും കൊടുക്കാം അല്ലേ? അത് കണ്ടോ, പപ്പി അത് അവിടെ ഉണ്ട്. സ്വീറ്റിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഈ രസഗുല്ല എങ്ങനെയാ സോപ്പായി മാറിയത്? ഷെടാ, ബാത്റൂം എവിടെയുള്ളത്? മണ്ഡപം മൊത്തം അലങ്കരിക്കേണ്ടതാ. പ്രിൻസിപ്പൽ സാറോ? ചേട്ടാ, എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് മന്ത്രി. അത് കൊള്ളാം. ഇന്നത്തെ ഈ പാർട്ടി അടിപൊളിയാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെ എസ്കേപ്പ് അയക്ക വസൂലി. പ്ലീസ് എൻജോയ് ദ ഫുഡ്. ആഹാ, ആഹാരം രാവിലെ തന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വല്ലാത്ത വിശപ്പ്. എന്നാ പിടിച്ചോ, പപ്പി ജ്യൂസ് കുടിക്കേ. അത് കൊള്ളാലോ. ജ്യൂസോ? ഒറ്റ അടിക്കതങ്ങ് അടിച്ചു കുടിച്ചേക്കാം. ഇത് ജ്യൂസ് ആണോ അല്ല മുളകിന്റെ കഷായമാണോ? നാവൊക്കെ എരിയുന്നല്ലോ. അയ്യോ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഐസ്ക്രീം ഐസ്ക്രീം, തണുപ്പ് തണുപ്പ്, കൂൾ കൂൾ. ചക്ക അത് വിടറാ, ഇങ്ങോട്ട് തടാ, അത് എന്റേതാ.
ആഹാരം എങ്ങനെയുണ്ടായിരുന്നു പപ്പി? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെയ്ത ഗുലുമാലാണല്ലേ? ഇനി നിങ്ങൾ ഒറ്റ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. നിക്കടാ ചെകുത്താന്റെ സന്തതികളെ, ഈ പപ്പി ഇതെന്തെടുക്കുക? ഒറ്റ ഒരുത്തിനെയും വെറുതെ വിടില്ല ഞാൻ. ഇവന്മാർ എന്റെ ബിസിനസ് നശിപ്പിച്ചടങ്ങൂ. പപ്പി, നീ എന്ത് തമാശയാ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? നിന്നെ ഇവിടെ ആരാ ഇൻവൈറ്റ് ചെയ്തത്? സാർ പപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വെച്ച് പാവയ്ക്ക തിന്നാൻ തന്നിട്ട് അവൻ മാത്രം വെഡിങ്ങിന് വന്നിട്ട് ഡിന്നർ കഴിച്ചോണ്ടിരിക്കുക. അതും ക്ഷണിക്കാത്ത വിരുന്നുകാരനായി വന്നിരിക്കുക സാറേ. എടാ, പപ്പി ശരിക്കും യൂസ്ലെസ് ആണ്. പക്ഷേ ആദ്യം ഇത് പറ, നിങ്ങൾ എന്തെടുക്കുകയാണ്? നിങ്ങളും ഇവനെ പോലെ ക്ഷണിക്കാതെ കയറി വന്നിരിക്കുകയല്ലേ ആഹാരത്തിന്? അതെ അതെ സാറേ, നിങ്ങളിപ്പോ പറഞ്ഞത് വളരെ ശരിയാ. ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. കേട്ടിട്ടില്ലേ? കിട്ടിയില്ലേ സാറേ? പ്രൂഫ് കിട്ടിയില്ലേ? സാർ, അത് ഞങ്ങള് സാർ, ഞങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്ന വിചാരിച്ചതാ സാറേ. ഗോൾഡൻ ഹിൽസ് സ്കൂളിന് ചാരിറ്റി ഫണ്ടിലേക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ചേടാ, നിങ്ങളൊക്കെ എത്ര നല്ല കുട്ടികളാ. സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തുമാത്രമാ നിങ്ങളൊക്കെ ആലോചിക്കുന്നത്. എടാ, നീയുണ്ടല്ലോ പപ്പി, ഈ ഗോൾഡൻ സ്കൂളിന്റെ മാനം കളഞ്ഞു കുളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ? അതുകൊണ്ട് ഇതിനുള്ള നിനക്കുള്ള ശിക്ഷ അവനല്ല, ഞാനാണ് ഇവിടുത്തെ വെഡിങ് കോൺട്രാക്ടർ. അവനാണ് എന്നെ ഇന്ന് പറ്റിച്ചിരിക്കുന്നത്. അവന് ശിക്ഷ കൊടുക്കുന്നത് ഞാനായിരിക്കും. ചേടാ, വസൂലി നീയോ? നോൺസെൻസ്. ഒരു ബോയ്സ്, നമുക്ക് പോകാം. എങ്ങോട്ടാണ് ഓടുന്നത്? എടാ പപ്പി, കല്യാണത്തിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് ആഹാരം വെട്ടി വിഴുങ്ങിയതിന് എന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ പണിഷ്മെന്റ് ഉണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.